21-ാം നൂറ്റാണ്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഫോണിന് വയറില്ല, കാറിന് കീയില്ല, പൈസയ്ക്കാണെങ്കിൽ രൂപവുമില്ല, കുട്ടികൾക്ക് അച്ഛനില്ല, ഡിപ്രഷന് കുറവുമില്ല, ഫാമിലി വ്ളോഗേഴ്സിന്റെ ക്രിഞ്ചിനാണെങ്കിൽ അതിരുമില്ല. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫാമിലി വ്ളോഗേഴ്സ്. ഇവിടെ ഒരു സ്ഥലത്ത് ഭാര്യ ഭർത്താവിനെ തല്ലുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ വേറെ സ്ഥലത്ത് ഭർത്താവ് ഭാര്യനെ തല്ലുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. മറ്റൊരു സ്ഥലത്താണെങ്കിൽ രണ്ട് മകളും കൂടി അമ്മേനെ കരയിപ്പിച്ച വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇൻ ദി നെയിം ഓഫ് പ്രാങ്ക്സ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ ഞാൻ വിചാരിച്ചു ഏട്ടനൊരു പ്രാങ്ക് കൊടുക്കാന്ന്. നീ എന്താ എനിക്കടി അമ്മ എന്താ പറയാല്ല, നല്ല പോലെ കിട്ടിയിട്ടത് ഇവിടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ജസ്റ്റ് ഒരു പ്രാങ്ക് അല്ലേ, ഏട്ടൻ ആ സെൻസിൽ അവസാനം എടുക്കായിരിക്കും. ഏട്ടൻ ആ സെൻസിൽ എടുത്തില്ല എന്ന് മാത്രമല്ല, ഭാര്യന്റെ സെൻസ് ഓർഗൻസ് അടിച്ചു പൊളിച്ചു. ഇവർ യൂട്യൂബ് അൽഗോരിതം തന്നെ ആക്കി ഇപ്പോൾ യൂട്യൂബിലൂടെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ബ്രില്യന്റ് കണ്ടന്റ്സ്. പൊന്നൂസ് വീണ്ടും പ്രഗ്നന്റ് ആണോ? ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയാനാ? പേടിക്കണ്ട ബ്രോ, പ്രഗ്നന്റ് ആണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. യുവർ വൈഫ് ഹാസ് ബീൻ പ്രഗ്നന്റഡ്, 5th പ്രഗ്നൻസി അനൗൺസ്മെന്റ്. ഇതെന്താ വിജയന്റെ അടുത്ത സിനിമയാണ് ഇറങ്ങാൻ പോണേ അനൗൺസ് ചെയ്യാനായിട്ട്? ആദ്യ രാത്രിയിൽ സംഭവിച്ചത് ബെഡ്റൂം പ്രാങ്ക്. ഒന്ന് സമാധാനം തരൂ. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഇവരുടെ കണ്ടന്റ്സിലെ കീ സ്റ്റോൺ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ പ്രാങ്ക് അല്ലെങ്കിൽ പ്രഗ്നൻസി. ഫസ്റ്റ് നൈറ്റ് പ്രാങ്ക് മുതൽ സൂയിസൈഡ് പ്രാങ്ക് വരെ ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. 2 minutes silence for those who are thinking this is real. മലയാളം സീരിയലുകളിൽ മാത്രം കണ്ടുവരുന്ന കുടുംബം കളിക്കുന്ന കോൺസെപ്റ്റ് ഇവർ റിയൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. പാലക്കാട് ഫാമിലി എന്ന ഈ യൂട്യൂബ് ചാനൽ ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ ചേട്ടന്റെ കലിപ്പ് കാരണമാണ് ഈ ചാനൽ ഇത്രയും ഫേമസ് ആയത്. ഈ ചേട്ടൻ സ്വന്തം ഭാര്യനെ തല്ലുന്നതും തെറി പറയുന്നതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇവരുടെ ചാനലിൽ തന്നെ ഇവർ അപ്ലോഡ് ചെയ്തു. ഈവൻ അവരുടെ ഫാമിലി ഇത് ഫണ്ണായിട്ടാണ് എടുക്കുന്നതെങ്കിലും പബ്ലിക് മീഡിയയിൽ ഇങ്ങനെ ഒന്ന് തെറി പറയുന്നത് ഒരു ഒഫൻസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതിൽ കൂടുതലും കുട്ടികളായിരിക്കും. അവരിത് കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ച് കമന്റ് ചെയ്ത് വേറെ കുറെ പേരെയും തെറി വിളിച്ചുകൊണ്ട് ഇവർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കമന്റ് ചെയ്യണ ആ സാധനത്തിന് തീട്ടം നിന്ന അതിനും കൂടി മനസ്സിലാവാത്ത ഇങ്ങനെ ഇത്രയ്ക്കും ബുദ്ധിയില്ലാത്ത ടീം ആണോ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ? അതുകൊണ്ട് തന്നെ ഇവർക്ക് സോഷ്യൽ മീഡിയ ഇപ്പൊ ഫാൻസിനെക്കാളും കൂടുതൽ ഹേറ്റേഴ്സ് ആണുള്ളത്. പാലക്കാട് ജില്ലയ്ക്ക് തന്നെ അപമാനമാണ് ഈ ചാനൽ എന്നാണ് ഇപ്പൊ ആളുകൾ പറയുന്നത്. കേരള ബമ്പർ അടിച്ചതിനേക്കാൾ സന്തോഷമായിരിക്കും ഒരു ഫാമിലി വ്ളോഗറിന് സ്വന്തം വീട്ടിൽ ആരെങ്കിലും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ. സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം വ്ളോഗേഴ്സ് ബി ലൈക്ക്, കാരണം പ്രഗ്നന്റ് ആയ ദിവസം മുതൽ ഡെലിവറിയുടെ അവസാന ദിവസം വരെ ഇവർ ഓരോ കണ്ടന്റ് ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. എല്ലാത്തിനും 5-6 ലക്ഷം വ്യൂസും ഉണ്ടാവും. യൂട്യൂബ് മണി വേഗം ഒരു പെണ്ണിന് കിട്ടി വേറൊരു ചാനൽ തുടങ്ങും. ഇവരൊരു കുട്ടി ഉണ്ടാവുന്ന പ്രശ്നത്തിൽ നിന്ന് എത്ര കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും അത്രയും കണ്ടന്റ് ഉണ്ടാവും. ഡെലിവറി അറൈവൽ ടൈം ഇതേ സെയിം ടൈറ്റിൽ വെച്ചിട്ട് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ 5 മിനിറ്റ് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നു. എന്നിട്ട് ആ കുഞ്ഞ് ഡെലിവറി ആക്കാൻ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. ആ കുട്ടിയുടെ ജെൻഡർ റിവീല്, ഹോമം, പേര് വിളിച്ചടങ്ങി, 28 ചോറൂണ്. അങ്ങനെ ആ കുട്ടി തുമ്മുന്നത് മുതൽ മുള്ളുന്നത് വരെ ഓരോ കണ്ടന്റ് ആക്കി ഇവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. യൂട്യൂബിന് തന്നെ ക്രിഞ്ച് കണ്ടന്റ് കൊണ്ട് നടക്കലാണ് ഇവരുടെ ജന്മലക്ഷ്യം എന്ന് പറയുന്നത്. ഇവർ യൂട്യൂബിലൂടെ ആ കുട്ടി അറിയാതെ തന്നെ ആ കുട്ടിയുടെ ജീവിതം ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ക്രിഞ്ചേഴ്സിന്റെ കിങ് ഓഫ് ക്രിഞ്ചേഴ്സ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ചാനലാണ് മല്ലു ഫാമിലി. പാലക്കാട് ഫാമിലി എന്ന യൂട്യൂബ് ചാനൽ പാലക്കാട് ജില്ലയ്ക്ക് മാത്രമാണ് അപമാനമെങ്കിൽ മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനൽ കേരളം മുഴുവനുള്ള എല്ലാവർക്കും അപമാനമാണ്. മുമ്പ് ഇവരുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ വാരിക്കൂട്ടി. ഒരു 2 പവൻ എടുക്കുക എങ്ങനെയാണെന്ന് ചിന്തിച്ചിരുന്ന ടൈമുണ്ടാവും. ഞാൻ ഡെയിലി ഓരോ ആൾക്കാർക്ക് പൈസ കൊടുക്കണ്ടാവും സത്യം. കാരണം ഞാൻ ഒരു ദിവസം പോലും കൂടി ഞാൻ ഓർഡർ ഞാൻ ലീവ് ആക്കില്ല. അങ്ങനെ ഒരുവിധം പൈസയൊക്കെ യൂട്യൂബിൽ 3-4 ലക്ഷം രൂപ മാസം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നു. നമ്മൾ തെറി വിളിക്കില്ല, അതെന്തായാലും നമുക്ക് അറിയാലോ. ഇപ്പൊ നമ്മള് അങ്ങനെ നമ്മളെ പിന്നെ ഈ ഒരു ചാനൽ എന്തായാലും പുള്ളിക്കാരൻ മുമ്പ് പറഞ്ഞത് എത്ര നെഗറ്റീവ് കമന്റ് ഇട്ടാലും തെറി വിളിക്കില്ല എന്നാണ്. പക്ഷെ ഇപ്പൊ പറയുന്നത് ഏത് വാപ്പ മെസ്സേജ് അയച്ചാലും ഇന്നെ അങ്ങോട്ട് തെറി വിളിച്ചാൽ തിരിച്ച പച്ച തെറി ഞാൻ വിളിക്കും. പുള്ളിക്കാരന്റെ അഹങ്കാരം കാരണം 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ചാനൽ ഒരുപാട് പേര് അൺസബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായി 3 വർഷം 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിക്കാനുള്ള ഭാഗ്യം നമ്മുടെ മല്ലു ഫാമിലിക്ക് കിട്ടിയിട്ടുണ്ട്. പൊന്നൂസ് ഗർഭിണിയും പൊന്നൂസിന്റെ പ്രസവം തുടങ്ങിയിട്ടുള്ള ക്രിഞ്ച് കണ്ടന്റ് ഇട്ട് പുള്ളിക്കാരൻ അവാർഡ് അടക്കം മേടിച്ചിട്ടുണ്ട്. ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് കിട്ടുക നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി ചെന്നെത്താൻ പോകുന്നത് ഒരേ ഒരു സ്ഥലത്തിലായിരിക്കും, നോർത്ത് ഇന്ത്യ. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെയല്ലേ നടക്കുള്ളൂ. ഇവർ രണ്ടുപേരുടെ മാരേജ് കഴിഞ്ഞതാണ് ആൻഡ് ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇതിൽ ആ കുട്ടിക്ക് ആകെ 18 വയസ്സായിട്ടുള്ളൂ. പേടിക്കേണ്ട, ആ കുട്ടി ഇപ്പൊ പ്രഗ്നന്റ് അല്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ പ്രഗ്നന്റ് അല്ല എന്നാണ്. 5 മാസം മുമ്പേ അവർക്കൊരു കുട്ടിയുണ്ട്. ഡിഗ്രിയിൽ ബാച്ചലർ എടുക്കുന്ന സമയത്ത് ആ കുട്ടി മൈനറിന് ജന്മം കൊടുക്കുകയാണ്. ആ കുട്ടി 17-ാം വയസ്സിൽ തന്നെ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കേസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് മനസ്സിലായത് 18 വയസ്സ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുട്ടി പ്രഗ്നന്റ് ആയതെന്ന്. അതുകൊണ്ട് വ്ളോഗേഴ്സിന് ജയിലിൽ പോകാൻ രക്ഷപ്പെട്ടു. ഇവർ രണ്ടുപേരും 10ാം ക്ലാസ് ഫെയിലിയർ. 10ാം ക്ലാസ്സിൽ ഫിസിക്സിൽ പൊട്ടിയാലും യൂട്യൂബിന്റെ ഫിസിക്സ് ഇവർക്ക് കറക്റ്റ് പിടി കിട്ടി. लोग वीडियो पे मतलब प्यार दीजिए और हर वीडियो पे मतलब
क्या ही बोले, तो प्लीज गाइस वीडियो को लाइक कर दीजिए, चैनल को सब्सक्राइब कर दीजिए। ഈ വീഡിയോയിൽ ആ ചെറുക്കന്റെ ഭാര്യ ലേബർ പെയിന് വന്ന് കരയുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയണം അച്ചക്കെ. ഹോസ്പിറ്റലിലെ ഡോക്ടർ വീഡിയോക്ക് 1 ലക്ഷം ലൈക്ക് കിട്ടാതെ ഡെലിവറി ചെയ്യില്ല പറഞ്ഞു തോന്നുന്നു. ഇതൊക്കെ എന്ത് സ്വന്തം മകൾ ഒളിച്ചോടിയപ്പോൾ അതടുത്ത് വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ടീംസ് അടക്കം നമ്മുടെ കേരളത്തുണ്ട്. ഇന്നത്തെ കാലത്ത് ആളുകൾ പൈസയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഭാഗ്യം എന്റെ ചാനൽ മോണിറ്റൈസർ അല്ല. ഇവരുടെ ചാനൽ കണ്ട് ഇൻസ്പയർ ആയ ഒരുപാട് പുതിയ ആളുകൾ സ്വന്തം ഫാമിലിയുടെ പ്രൈവസിയെ എക്സ്പോസ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയും ഫെയിമും ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും ഈ പരിപാടി ചെയ്യുന്നത്. ഈ ഫേമസിനും പൈസയ്ക്കും പകരം തിരിച്ചവർക്ക് കൊടുക്കേണ്ടി വരുന്നത് അവന്റെ ജീവിതത്തിലുള്ള പ്രൈവസിയാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് നാട്ടുകാർ കാരണം ഓരോ അഭിപ്രായം കൊണക്കാൻ തുടങ്ങും. കുറച്ച് ദിവസം മുമ്പ് ഉപ്പും മുളക് എന്ന യൂട്യൂബ് ചാനലിൽ നടന്ന ഇഷ്യൂ ഇതിനൊരു നല്ല എക്സാമ്പിൾ ആണ്. സ്വന്തം മകൾ ഒളിച്ചോടി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് വീഡിയോ ഇട്ടപ്പോൾ കേരളം മുഴുവൻ അത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ഈ ഫാമിലി വ്ളോഗ് എന്ന് പറയുന്നത് ഒരു തീക്കളിയാണ്. സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ കാണുന്നവർക്ക് വന്ന് കൊട്ടിയിട്ട് പോകുന്ന ചെണ്ടയെ മാറും നമ്മുടെ ജീവിതം. ഉപ്പും മുളകും ചാനലിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റും കൂടി ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ ചാനൽ 5K ക്രോസ് ചെയ്തിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെ എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.